ഒരുപാട് ആശിച്ചതെന്തെങ്കിലും കിട്ടാതെ പോകുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. അതിനി എത്ര ചെറിയ കാര്യമാണേലും. നമ്മുടെ കെ സുധാകരന് മൂക്കിന്റെ തുമ്പത്താണ് ശുണ്ഠി. ആരെന്തു പറഞ്ഞാലും അതും ഏറ്റുപിടിച്ച് കുറെ കാലം നടന്നോളും. കുറെ കാലം BJP-യുടെ പ്രസിഡന്റ് സ്ഥാനത്തിലായിരുന്നു പുള്ളിയുടെ കണ്ണ്. അതിനുവേണ്ടി എന്തോരം വെള്ളം കോരിയിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ആശിച്ച് മോഹിച്ചിരുന്നത് ഒടുക്കം കാക്ക കൊത്തിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെ ആ കലി എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശമാരെയും പിണറായി സർക്കാരിനെയും കണ്ടത്. നോക്കിയപ്പോൾ അപ്പുറത്തൊരു ഹെലികോപ്റ്ററും ഉണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഒരൊറ്റ തള്ളായിരുന്നു. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലാണ് ആശാ വർക്കർമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും ഓണറേറിയം കൂട്ടാൻ സർക്കാർ വിസമ്മതിക്കുന്നതെങ്കിൽ അത്രയും തുക കണ്ടെത്താനുള്ള വഴികൾ താൻ നിർദ്ദേശിക്കാമെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനിരിക്കുന്ന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ ആർഭാട പരിപാടികൾ ഉപേക്ഷിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്താൽ ഇവർക്ക് നൽകാനുള്ള പണം അനായാസം ലഭിക്കുമത്രേ. 9 വർഷം ഭരിച്ചിട്ട് യാതൊരു നേട്ടവും ഇല്ലാത്ത പിണറായി സർക്കാർ കോടികൾ ചെലവിട്ട് PR പ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളുടെ ഇത്തിൽക്കണ്ണി മാത്രമാണ് പിണറായി സർക്കാർ എന്നും സുധാകരൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കേരളീയത്തിന് 24 കോടിയും നവകേരള സദസ്സിന് 42 കോടിയും ചെലവായെന്നാണ് ഏകദേശ കണക്ക്. ഇത്തവണയും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. VIP-കൾക്ക് സർക്കാർ ചെലവിൽ സമൃദ്ധമായ ഭക്ഷണവുമുണ്ട്. 26,125 ആശാ വർക്കർമാരും 33,114 അംഗനവാടികളിലെ ജീവനക്കാരും ഒഴിഞ്ഞ മടിശീലയും വിശക്കുന്ന വയറുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നരകിക്കുമ്പോൾ പിണറായി ഇമ്രാനല്ലാതെ മറ്റാർക്കാണ് ആഘോഷം നടത്താൻ കഴിയുകയെന്ന് സുധാകരൻ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് മാത്രമായി എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ മടക്കി കൊടുത്താൽ പ്രതിമാസം 80 ലക്ഷം രൂപ വരെ ലാഭിക്കാം. മുഖ്യമന്ത്രിക്കും BJP-ക്കും ഇടയിൽ പാലം പണിയുന്ന KV തോമസിനെ പറഞ്ഞുവിട്ടാൽ 13.31 ലക്ഷം രൂപയാണ് ലാഭം. 20 PSC അംഗങ്ങളുടെ കുത്തനെ കൂട്ടിയ 3.87 ലക്ഷം രൂപയുടെ വേതനം പഴയതുപോലെ 2.24 ലക്ഷത്തിലാക്കിയാൽ 30 ലക്ഷം രൂപ ആശാ വർക്കർമാർക്ക് നൽകാം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹങ്ങളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും എണ്ണം കുറച്ചാൽ തന്നെ ലക്ഷങ്ങൾ ലാഭിക്കാമെന്നും സുധാകരൻ പറയുകയുണ്ടായി. എന്റെ പൊന്നു സുധാകർജി, ദുരന്ത നിർവ്വഹണ പ്രവർത്തനത്തിനും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള പോലീസ് വിന്യാസത്തിനുമാണ് ഹെലികോപ്റ്റർ. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. അല്ലാതെ പിണറായി വിജയന്റെ സ്വന്തം പേരിലുള്ള സാധനമൊന്നുമല്ല ഇത്. സ്വന്തമായ ഒരു വിമാനം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ കാറിലും ട്രെയിനിലുമെല്ലാം സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി എത്ര ലാളിത്യമുള്ള ഭരണാധികാരി എന്ന് പറയാൻ ശ്രമിച്ചതാണ് സുധാകരൻ. പറഞ്ഞു വന്നപ്പോൾ സതീശനെ പെട്ടെന്ന് ഓർത്തുപോയി. അങ്ങനെയാണ് നാവ് സ്ലിപ്പായത് എന്നാണ് ജനസംസാരം. ചുമ്മാ അല്ല സതീശൻ കാണുമ്പോ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലേ സ്വഭാവം? പൃഥ്വിരാജ് തിലകനോട് ചോദിക്കുന്നത് പോലെ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇത്രനാൾ BJP അധ്യക്ഷ സ്ഥാനം കിട്ടുമെന്ന് കരുതി ഒളിച്ചിരുന്നതാ. കിട്ടാഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസ് ആയി വന്നു. അപ്പൊ പിന്നെ വെപ്രാളമായി. എങ്ങനെയെങ്കിലും ഇപ്പോ കയ്യിലിരിക്കുന്ന KPCC സ്ഥാനമെങ്കിലും നിലനിർത്തണമല്ലോ.